ഹായ് ഹലോ ഗായ്സ് അപ്പോൾ ഒരുപാട് നാശനഷ്ടങ്ങൾ പല സ്ഥലങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ ഓരോ വീട്ടിലേക്കും അതുപോലെ തന്നെ വഴിക്കേക്കും ഒക്കെ ആയിട്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. എല്ലാവരും മരം മുറിക്കുകയും വഴി എന്നൊക്കെ പറയുമ്പം മോശമല്ലേ അല്ലേ മമ്മ? വഴിയൊക്കെ അവർ അപ്പം തന്നെ ശരിയാക്കുന്നുണ്ടായിരുന്നു അല്ലേ? വണ്ടി പോകണ്ടേ? അതന്നെ, വണ്ടി പോകണ്ടേ. പിന്നെ നമ്മുടെ പറഞ്ഞില്ലേ, നമുക്ക് കറണ്ട് ഇല്ല. ഇന്നലെ വൈകുന്നേരം ഈ മഴ കഴിഞ്ഞ മഴ പോയതാണ് കേട്ടോ. അപ്പം 2 കവുങ്ങ് ഞാൻ പറഞ്ഞില്ലേ കറണ്ടിന്റെ ഇതിനകത്തേക്ക് ചാഞ്ഞിപ്പുണ്ട്. അത് മാത്രല്ല, വേറെ എവിടെയൊക്കെ എന്തൊക്കെ സംഭവിച്ചു എന്താണെന്നും നമുക്ക് അറിയത്തില്ല അല്ലേ അമ്മേ? അപ്പൊ മോസ്റ്റ് ആയിട്ട് പക്ഷെ ഈ പ്രകൃതി ഭംഗി കാണാൻ നല്ല രസമാണ്. ഇപ്പൊ പ്രകൃതി എന്തൊരു ശാന്താന്ന് നോക്കില്ലേ മമ്മേ? പക്ഷെ എപ്പോഴാ വയലന്റ് ആവുന്നത് നമുക്ക് പറയാൻ തന്നെ പറ്റില്ല. കാരണം ഇത്രയും ഇടിയൊക്കെ ഉണ്ടാവുന്ന ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചു. ഇതിന് മുമ്പ് പെയ്ത മഴയ്ക്ക് തന്നെ 3-4 ഇടിയും മുഴങ്ങിയിട്ട് ഞങ്ങൾ പേടിച്ചിരിക്കുമായിരുന്നു. അപ്പൊ അടുത്ത് പടക്കം വരെ പൊട്ടി ഈയൊക്കെ വന്ന കാഴ്ച ഞങ്ങൾ കണ്ടു. അപ്പൊ ഈ അടുത്ത പ്രാവശ്യവും കൂടി ഇങ്ങനെ ഞാൻ ഉറങ്ങാൻ കിടന്ന ഞാനാ ഇടി മുഴങ്ങുന്ന കേട്ടിട്ട് ഞാൻ ഞെട്ടി എഴുന്നേറ്റു. അങ്ങനെ 2-3 പ്രാവശ്യം, കാരണം കട്ടിലടക്കം കുലുങ്ങിപ്പോയി. പിന്നെ നമ്മളെങ്ങനെ ഞെട്ടാതിരിക്കും അല്ലേ മമ്മേ? അത്രയ്ക്കും സംഭവമായിരുന്നു. എന്തായാലും ദൈവം സഹായിച്ച് നമുക്ക് ഒരു നാശനഷ്ടങ്ങളും വന്നിട്ടില്ല. പിന്നെ ആ മരം വീണു, അതുപോലെ കവുങ്ങ് കുറെ ചാഞ്ഞിട്ടുണ്ട്. എന്നാലും വെട്ടിയെടുക്കാൻ എളുപ്പമായി. ഉണങ്ങിയ കവുങ്ങൊക്കെ ചാഞ്ഞിട്ടുണ്ട്. പക്ഷെ കറണ്ട് കമ്പിയിലേക്ക് നിപ്പുണ്ട്. അതൊരു പ്യാടി തന്നെയാണല്ലേ അമ്മേ? ഇങ്ങനെ KCB-ക്കാര് വന്ന് റെഡിയാക്കും. അത് തന്നെ. അപ്പം നമ്മുടെ വയനാട്ടിലെ അവസ്ഥ ഇതൊക്കെയാണ് അല്ലേ അമ്മേ? എന്തായാലും ചൂടെന്ന് പറയുമ്പം വയനാട്ടുകാർക്ക് ചൂട് കുറവാന്നൊക്കെ എല്ലാരും പറയുന്നുണ്ട്. എങ്കിലും ഞങ്ങൾക്കും ഭയങ്കര ചൂടാണല്ലേ അമ്മേ? ഭയങ്കര ചൂട് തന്നെയാണ്. വേറെ ഒഴുകി. അപ്പൊ നമുക്ക് ഇവിടെ ഇത്രയും ചൂടാണ്, നിങ്ങൾക്കൊക്കെ എന്ത് ചൂടായിരിക്കും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല അല്ലേ? അപ്പൊ എനിക്ക് എന്തായാലും തണുപ്പുള്ള ടെമ്പറേച്ചറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എല്ലാവർക്കും അതായിരിക്കും ഇഷ്ടം. വീട്ടിലേക്ക് പോക്കോ? ഞാൻ വീട്ടിലേക്ക് പോവാ. വലിയ തമാശ. വയനാടൊക്കെ ധാരാളം അല്ല, ഊട്ടിയിൽ